സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്. ജേക്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻസ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജേക്കോ ജുവൽസ്, തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Brides of Maharani from Maharani Wedding Collections, തൊടുപുഴ. Every bride is a Maharani. പ്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മാരിയിൽ കിളിങ്ക്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലയിലെത്തി. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം 29-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. നാട്ടുകാരുടെ ഏക ഗതാഗത മാർഗമായ റോഡ് തകർന്ന് നാളുകൾ പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയായില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഇരുൾ പടരാതിരിക്കുവാൻ ലഹരിക്കെതിരെ കരുതൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലയിലെത്തി. ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത്, സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 33-അംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ADM ഷൈജു പി ജേക്കബ് എന്നിവർ ചേർന്ന് NDRF സംഘത്തെ സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേന ജില്ലയിലെത്തി. ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത്, സബ് ഇൻസ്പെക്ടർ സഞ്ജു സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 33-അംഗ സംഘമാണ് ഇടുക്കിയിലെത്തിയത്. വെള്ളാപ്പാറയിലെ വനംവകുപ്പിന്റെ ഡോർമെട്രിയാണ് NDRF ബേസ് ക്യാമ്പായി പ്രവർത്തിക്കുക. പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നതിനുള്ള പരിശീലനം നേടിയവരാണ് സേനാംഗങ്ങൾ. 4 ബോട്ടുകൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഉപയോഗിക്കുന്ന കട്ടർ മെഷീനുകൾ, സ്കൂബ ഡൈവിംഗ് സെറ്റ്, മല കയറുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി സർവ്വസന്നാഹങ്ങളുമായി സജ്ജമാണ് സംഘം. പ്രളയ ദുരന്ത മേഖലകളിൽ സേവനം ഉപയോഗപ്പെടുത്താൻ ഡൈവിംഗ് വിദഗ്ധരുമുണ്ട് സംഘത്തിൽ. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ പ്രവർത്തിക്കാൻ QDA സംവിധാനവും ക്യാമ്പിൽ സജ്ജമാണ്. 3 മാസത്തേക്ക് ജില്ലയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്നും ഏത് സാഹചര്യവും നേരിടാൻ സംഘം സുസജ്ജമാണെന്നും ടീം കമാൻഡറും ഇൻസ്പെക്ടറുമായ പ്രശാന്ത് ജി ചീനാത്ത് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി SDMAയുടെ റിക്വസ്റ്റ് പ്രകാരം 4ാമത് ബറ്റാലിയൻ NDRF ആലക്കോണം, ചെന്നൈ, ശ്രീ അഖിലേഷ് കുമാർ കമാൻഡന്റ് നേതൃത്വം കൊടുക്കുന്ന ബറ്റാലിയനിൽ നിന്നുള്ള ഒരു ടീമാണ് ഇപ്പോൾ നിലവിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഡിപ്ലോയ് ആയിട്ടുള്ളത്. NDRFന്റെ ഈ ടീം ഇന്നലെ വെളുപ്പിന് മുതൽ ഇവിടെ ഡ്യൂട്ടിയിലാണ്. അതിൻ്റെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ പ്രളയ ദുരന്തങ്ങൾ, അതുപോലെ മൗണ്ടനിയറിംഗ്, ലാൻഡ്സ്ലൈഡ്, അതുപോലെ ഉരുൾപൊട്ടൽ, അതുകൂടാതെ ഇപ്പോൾ ബിൽഡിംഗ് കൊളാപ്സ്, അതുകൂടാതെ ഇപ്പോൾ ഡ്രൗണിംഗ് കേസസ്, ഇപ്പോൾ മുങ്ങി മരണം, അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് റെഡി ആയിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 4 ബോട്ട്, 4 OBM, അതുകൂടാതെ കട്ടിംഗ് എക്യുപ്മെന്റ്സ്, പോരാത്തതിന് റോപ്പ് റെസ്ക്യൂ എക്യുപ്മെന്റ്സ്, മൗണ്ടനിയറിംഗ് എക്യുപ്മെന്റ്സ്, ഡീപ് ഡൈവിംഗ് സെറ്റ്, സ്കൂബ ഡൈവിംഗ് ടീം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടാതെ മറ്റെന്ത് തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ വേണ്ടിയിട്ടും ടീം ട്രെയിൻഡുമാണ്, തയ്യാറുമാണ്. ഈ ടീം മൺസൂൺ മുഴുവനാകുന്നതുവരെ ടീം ഇവിടെ ഡിപ്ലോയിഡ് ആയിരിക്കും.
ഇവിടെ നിന്നും കളക്ടറേറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് എമർജൻസി റെസ്പോൺസിന് വേണ്ടിയിട്ട് ടീം റെഡിയായി. പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ദുരന്ത സാധ്യത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെന്നൈ ആരക്കോണത്തെ ക്യാമ്പിൽ നിന്നും തൃശൂരിൽ നിന്നുമാണ് സംഘം ഇടുക്കിയിലെത്തിയത്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ADM ഷൈജു P ജേക്കബ് എന്നിവർ ചേർന്ന് NDRF സംഘത്തെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം 29-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. പി ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ 29-ന് വൈകിട്ട് 3-ന് ആശുപത്രി അങ്കണത്തിൽ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ ആയുഷ് മിഷൻ മുഖേന അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കായിക താരങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കായികാഭ്യാസത്തിനിടെ ഉണ്ടാകുന്ന പരിക്കുകൾ ആധുനികവും ശാസ്ത്രീയവുമായ രോഗനിർണയത്തിലൂടെ കണ്ടെത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആയുർവേദ ശാസ്ത്രത്തിലെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ശാസ്ത്രീയവും നൂതനവും ഏകീകൃതവുമായ ചികിത്സാ പദ്ധതിയിലൂടെ ശസ്ത്രക്രിയ ഒഴിവാക്കി അതിവേഗം പരിഹരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു പുതിയ കായിക തലമുറയെ വാർത്തെടുക്കുന്നതുമായ സമ്പൂർണ്ണ ചികിത്സാ പദ്ധതിയാണ് ഇത്. നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിലൂടെ പെട്ടെന്നുണ്ടാകുന്ന പരിക്കുകൾക്കും അല്ലെങ്കിൽ ഫീൽഡിലുണ്ടാകുന്ന പരിക്കുകൾക്കും അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് പരിക്ക് പറ്റി ഫീൽഡിൽ നിന്നൊക്കെ ഔട്ടായി നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാം നമ്മുടെ ആയുർവേദ ചികിത്സ കൊണ്ട് അവർക്ക് വളരെ നന്നായിട്ട് തിരിച്ച് അവരുടെ കായിക രംഗത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ട്രീറ്റ്മെന്റ് ടീമാണ് നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ ഉള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പോർട്സ് ആയുർവേദയുടെ ഇടുക്കി ജില്ലയുടെ കൺവീനർ ആയിട്ടുള്ളത് ഡോക്ടർ വിനീതാണ്. പിന്നെ നമുക്ക് സ്പോർട്സ് ടീമിൽ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഡോക്ടർ മീനു. പിന്നെ 2 മെഡിക്കൽ ഓഫീസേഴ്സ് ഈ ടീമിലുണ്ട്, ഡോക്ടർ അനുപ്രിയ ആൻഡ് ഡോക്ടർ അരുൺ. പിന്നെ തെറാപ്പിസ്റ്റുമാര് നമുക്ക് 3 പേരുണ്ട്. അല്ലാതെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും നമുക്കുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ നമുക്ക് തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഇത് സംബന്ധിച്ചുണ്ട്. അപ്പൊ ഇനി നാൾക്കുമേൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഇതിനെ വിപുലീകരിക്കണമെങ്കിൽ ഇതിന് തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒരു 5 നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ വിഭാവന ചെയ്തിരിക്കുന്നത്. പി ജോസഫ് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PC ഷീലയ്ക്ക് യാത്രയയപ്പം നൽകും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നിൽ നിർവഹിക്കും. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ വിഷയാവതരണവും NAM സംസ്ഥാന മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത് ബാബു ആമുഖ പ്രസംഗവും നടത്തും. യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ K ദീപക്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഭവ്യ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ആന്റണി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഇന്ദു സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ MJ ജേക്കബ്, CV സുനിത, C രാജേന്ദ്രൻ, സോളി ജീസസ്, ഷൈനി സജി, ജിജി K ഫിലിപ്പ്, KT ബിനു, VN മോഹനൻ, SP രാജേന്ദ്രൻ, ഷൈനി റജി, തൊടുപുഴ വാർഡ് കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PC ഷീല, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ NAM ഡോക്ടർ PR സജി തുടങ്ങി വകുപ്പ് തല ഉദ്യോഗസ്ഥരും കക്ഷി രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ S, സ്പോർട്സ് ആയുർവേദ കൺവീനറും മർമ്മ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ R വിനീത്, സ്പോർട്സ് ആയുർവേദ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീനു റോസമ്മ, സ്പോർട്സ് ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അനുപ്രിയ P മണി, ഡോക്ടർ അരുൺ രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്ന് തൊടുപുഴ മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. അപകടകരമായ കെട്ടിടങ്ങൾ, പരസ്യ ബോർഡുകൾ മുതലായവയും കെട്ടിട ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം ഇതുമൂലമുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് അറിയിച്ചു. തൊടുപുഴ നഗരസഭയിലെ മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ കാലവർഷക്കെടുതിയിൽ മറിഞ്ഞു വീണ് വ്യക്തികളുടെ ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കുവാൻ മരങ്ങളുടെ ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും മരങ്ങൾ മുറിച്ചുമാറ്റുകയോ വെട്ടിക്കൊടുക്കുകയോ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. നഗരസഭാ പരിധിയിലെ അപകടകരമായ കെട്ടിടങ്ങൾ, പരസ്യ ബോർഡുകൾ, ഹോർഡിങ്ങുകൾ മുതലായവയും വ്യക്തികളുടെ ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കുവാൻ അതാത് കെട്ടിട ഉടമസ്ഥർ മുൻകൂട്ടി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും അടിയന്തരമായി നീക്കം ചെയ്യണം. അല്ലാത്തപക്ഷം ഇതുമൂലമുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ഉടമസ്ഥർ മാത്രമായിരിക്കും ഉത്തരവാദികൾ. കൂടാതെ കാട് വെട്ടിത്തെളിക്കാതെയും പരിസരം വൃത്തിഹീനമായും തുടരുന്ന സ്ഥലങ്ങളുടെ ഉടമകൾ
സ്ഥലം വെട്ടിത്തെളിച്ച് ഇഴജന്തുക്കളുടെയും മറ്റു മൃഗശല്യങ്ങളും ഉണ്ടാകുന്നത് തടയുന്നതിനും കിണറുകൾ, കുളങ്ങൾ മുതലായവയുടെ അപകടാവസ്ഥയും വെള്ളക്കെട്ടും ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്ഥലയുടമകൾ സ്വീകരിക്കണമെന്നും കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 വകുപ്പുകൾ 411, 412, 427, 428 പ്രകാരം അറിയിച്ചു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കേരള ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ മോഷണം. ശനിയാഴ്ച രാവിലെ സ്ഥാപനം തുറക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. ഷട്ടറിന്റെ ഒരു ഭാഗം പൊളിച്ചുയർത്തി വെച്ചതിനു ശേഷം കടയുടെ ഉള്ളിലേക്ക് ഇഴഞ്ഞു കയറുകയായിരുന്നു മോഷ്ടാവ്. കടയിൽ നിന്നും 3.5 ലക്ഷത്തിലധികം രൂപ മോഷ്ടാവ് അപഹരിച്ചു. ശനിയാഴ്ച രാവിലെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. തൊടുപുഴ നഗരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കുമ്പോൾ മറ്റ് സ്ഥാപന ഉടമകളും ഭീതിയിലാണ്. തുടർ നടപടികൾ സ്വീകരിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. നമ്മുടെ ശനിയാഴ്ച വെളുപ്പിന് 3:15 സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ രാവിലെ വന്നപ്പോഴാണ് കട തുറന്നത്. ഷട്ടർ ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്ന നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്ത് നോക്കി കൗണ്ടർ നോക്കിയപ്പോഴേക്കും ക്യാഷ് ഡ്രോവർ കുത്തി തുറന്ന അവസ്ഥയിലായിരുന്നു. നമുക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്യാഷ് പോയിട്ടുണ്ടെന്ന്. ഒരു 3,59,000 രൂപ പോയിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ ക്യാഷ് വെക്കാനുള്ളതല്ല. പക്ഷേ അന്ന് ശനിയാഴ്ച ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടീസ് കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുന്ന ക്യാഷാണ്. നമ്മൾ അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണം കുറച്ചായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ CCTV ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഷട്ടറിൻ്റെ ഒരു ഭാഗം പൊക്കിയിട്ട് ആൾ നിരങ്ങിയാണ് കയറിയത്. നിരങ്ങി കയറിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി കൗണ്ടറിൽ കയറി ക്യാഷ് ഓവർ കുത്തി തുറന്നിട്ടാണ് ക്യാഷ് എടുത്തിട്ട് പോയത്. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ കാളിയാർ എസ്റ്റേറ്റ് റോഡിൽ അപകടകരമായ വിധം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കനത്ത മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും വലിയ ശിഖരങ്ങൾ റോഡിലേക്ക് പതിക്കുന്നതും നിത്യസംഭവമാണ്. അപകടകരമായ മരങ്ങൾ നീക്കം ചെയ്യുന്നതിനോ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനോ ബന്ധപ്പെട്ട വകുപ്പിന്റെയോ എസ്റ്റേറ്റ് അധികൃതരുടെയോ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും യാത്രക്കാർ പറയുന്നു. നാട്ടുകാരുടെ ഏക ഗതാഗത മാർഗമായ റോഡ് തകർന്ന് നാളുകൾ പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയായില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇടുക്കി ജില്ലയിലെ മേലോരം എന്ന ഗ്രാമത്തിലേക്കുള്ള ഏക ഗതാഗത മാർഗമായ റോഡിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇടുക്കി ജില്ലയിലെ മേലോരം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ മരങ്ങൾ വെട്ടിമാറ്റി മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ കൈതകൃഷി ആരംഭിച്ചു. കാലവർഷം ശക്തമാകുന്നതോടെ ഇവിടെ നിന്നുള്ള ചെളിയും മണ്ണുമെല്ലാം റോഡിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മേഖലയിലെ തടി കയറ്റാൻ വന്ന ലോറി റോഡിന് കുറുകെ യാത്രാ തടസ്സം സൃഷ്ടിക്കുകയും ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരെ തടി കയറ്റാൻ വന്ന തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭാരമേറിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ റോഡിന്റെ ശോചനാവസ്ഥ തീർത്തും യാത്രാ ദുരിതം തീർക്കുകയാണ്. ഞാൻ പെരുവന്താനത്തേക്ക് എല്ലാ ദിവസവും മേൽഭാഗമായിട്ട് പോകുന്നത് മേലോരം ബോയ്സ് എസ്റ്റേറ്റ് റോഡിലൂടെയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് വളരെയധികം പേടിയാണ്. കാരണം ഇവർ വലിയ ലോറികളിൽ ഭയങ്കര ഹൈറ്റിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ ലോറി ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത് റോഡിൻ്റെ നടുക്കാണ്. വഴി അടച്ചാണ് ഈ ലോറികൾ കിടക്കുന്നത്. ശരിക്കും അവർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ്
ഈ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ തടി എൻ്റെ മേത്തേക്ക് വീഴുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ റോഡ് ഇവർ ബ്ലോക്ക് ചെയ്തേക്കുന്ന കാരണം നമ്മൾ പുല്ലിലൂടെ, അതായത് കാട്ടിലൂടെ വേണം തന്നെ ആ ഒരു സൈഡ്, റോഡിൻ്റെ പുറത്തൂടെ വേണം നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കൈത കൃഷിക്കായിട്ട് ഇവർ മണ്ണിളക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണും ചെളിയും കല്ലും എല്ലാം തന്നെ റോഡിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ റോഡ് ഭയങ്കര ചെളിയായിട്ട് ഇരിക്കുകയാണ്. റോഡ് ഒരു തോടായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാർക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഈ റോഡിലൂടെ ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ എസ്റ്റേറ്റുകാർ സംസാരിക്കുന്നത്, ഇപ്പോൾ അവിടെ നിലവിൽ ഈ പറഞ്ഞ റബ്ബർ വെട്ടി കൈതം വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഇതുപോലെ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് റോഡെല്ലാം കൈത കൃഷിക്ക് വേണ്ടി മണ്ണെല്ലാം കുത്തി ഇളക്കുന്നതുകൊണ്ട് ഒരുപാട് മണ്ണെല്ലാം ഒലിച്ചു വരുന്നു. അല്ലെങ്കിൽ ഈ കൂട്ടിക്കൽ 2 കൊല്ലമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായിട്ട് അതുപോലുള്ള ഉറപ്പായിട്ട് ഈ മണ്ണ് ഇളകി കിടക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങാനും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, ഇത് കൈത കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയാണെന്നും അതുകൊണ്ട് അവർക്കെതിരെ അത് കൃഷിപ്പണിയെ തടയുന്ന ഒരു നടപടികളും പഞ്ചായത്തിന് എടുക്കാൻ സാധിക്കത്തില്ല എന്നുമാണ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞത്. അതുപോലെ ഇത് പോലീസിൽ പറഞ്ഞപ്പം പോലീസിനും ഇവർ പറയുന്നത് എന്താ പറയുന്നത്, ഇത് റോഡ് ഹിറ്റാച്ചി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു റോഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ല, അതൊരു മോട്ടോർ വെഹിക്കിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഞാൻ രജിസ്ട്രേഷൻ നമ്പറോ കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. നോർമൽ ഒരു വണ്ടിയൊക്കെ ഉള്ളതുപോലെ ഈ വണ്ടി ടാറിങ് റോഡിൽ കൂടെ തലങ്ങും വലങ്ങും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചിട്ടാണ് ഇവർ തടി തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്ന ടാറ് ഈ മേലോറൻ റോഡിന് വേണ്ടി ഒരു ഭരണാധികാരികളും ഒരു സർക്കാരും പൈസ മുടക്കി ഒരു ടാർ ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ നാളുകൾക്ക് മുന്നേ MP ഫണ്ടിൽ ചെയ്ത ഒരു റോഡ്, അതിൻ്റെ ശോചനാവസ്ഥ ഓൾറെഡി ഒരു സൈഡിൽ നിലനിൽക്കുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഉള്ളതും കൂടെ ഈ എസ്റ്റേറ്റുകാരും ഈ പറഞ്ഞ ഭരണാധികാരികളും പോലീസും എല്ലാവരും കൂടെ ഒത്തുകളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ റോഡരികിലെ മലകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുകയാണ് സ്വകാര്യ ആളുകൾ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം എന്നതാണ് മറുപടി. മല ഇടിച്ചു നിരത്തി ഇവിടെ കൃഷി ആരംഭിച്ചു. മഴ ശക്തമാകുന്നതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതാണ്. കൂടാതെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇവിടേക്കുള്ള ബസ് സർവീസുകളും നിലയ്ക്കുന്ന സാഹചര്യമാണ്. ഇതുവഴിയുള്ള രാത്രിയാത്രയും ഏറെ ദുഷ്കരം. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഇരുൾ പടരാതിരിക്കുവാൻ ലഹരിക്കെതിരെ കരുതൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ KG സത്യൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുൾ പടരാതിരിക്കുവാൻ ലഹരിക്കെതിരെ കരുതൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊതുപ്രസ്ഥാനങ്ങളാകെ അണിചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യക്തികളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. നമുക്ക് വീടുകളിൽ നിന്ന് ആരംഭിക്കാം എന്ന പരിഷത്തിന്റെ ക്യാമ്പയിൻ ലക്ഷ്യം വളരെ കൃത്യതയാർന്നത് തന്നെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ വീട്ടില് മാതാപിതാക്കളോടാണ് ആദ്യം സംസാരിക്കേണ്ടത്. വീട്ടിലുള്ള സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് ഈ ലഹരി ഉൽപ്പന്നങ്ങളെ പോലെ തന്നെ വലിയൊരു അഡിക്ഷനാണ് പലപ്പോഴും മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോണിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും മക്കളോട് സംസാരിക്കുവാൻ സമയം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മാത്രം തലപൂഴ്ത്തി നിൽക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും പരസ്പരം അവിടെയും ഇവിടെയും ഇരുന്നുകൊണ്ട് അതിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഒന്നും പറയുവാൻ സാധിക്കാതെ വെറുതെ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കഴിയുന്നു, ഉറക്കം വരുന്നു, ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഓരോ വീടുകളിൽ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഈ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഈ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിൽ പോലും ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഒരുപാട് വർത്തമാനം പറയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവിടെ തീർക്കാൻ സാധിക്കും.
ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ KG സത്യൻ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം VV ഷാജി ക്യാമ്പയിൻ വിശദീകരണം നടത്തി. PA തങ്കച്ചൻ, ശശിലേഖ രാഘവൻ, ND തങ്കച്ചൻ, KR രാമചന്ദ്രൻ, CK ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് പരിഷത്ത് ജില്ലാ സെക്രട്ടറി KN രാധാകൃഷ്ണൻ സ്വാഗതവും TN മണിലാൽ നന്ദിയും പറഞ്ഞു. ഓൺലൈനായി ക്ലാസുകൾ മെയ് 28-ന് രക്ഷിതാക്കൾക്കും ജൂൺ മാസത്തിൽ കുട്ടികൾക്കും ആരംഭിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഡ്വക്കേറ്റ് സാബു എബ്രഹാമിന്റെ 6ാം ചരമവാർഷികം തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൊമ്മൻകുത്ത് വാർഡ് മെമ്പർ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, തൊമ്മൻകുത്ത് ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ്, കരിമണൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച ജനകീയനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അനുസ്മരണ യോഗം വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ 6ാമത് ചരമവാർഷികം തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. തൊമ്മൻകുത്ത് വാർഡ് മെമ്പർ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, തൊമ്മൻകുത്ത് ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ്, കരിമണ്ണൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച ജനകീയനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അനുസ്മരണ യോഗം വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അബു എബ്രഹാം, ജോൺ ജോസഫ്, കുര്യാക്കോസ് പൗലോസ്, അബ്ബാസ് റാവുത്തർ, ജോണി പാലക്കാമറ്റം, തോമസ് ഇടശ്ശേരിയിൽ എന്നിവർ സംസാരിച്ചു. ജോസഫ് തെറ്റാലിൽ, ബാബു പോൾ, ജോസ് പേയ്ക്കൽ, തങ്കച്ചൻ കാക്കനാട്ട്, ജോഷി PM, സോമൻ കണിപ്പറമ്പിൽ, സാബിത് മുഹമ്മദ്, ബ്രിട്ടോ ഇടശ്ശേരിയിൽ, മൂസ പദാരിയിൽ, ബേബി പാലക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്. ജേക്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻസ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരത്തിൽ നിന്നും നിങ്ങൾക്കിണങ്ങിയ ഫാഷൻ ഡയമണ്ട് ആഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ജേക്കോ ജുവൽസിന്റെ ഈ ട്രെൻഡി സ്റ്റൈൽ വെറൈറ്റി ഡിസൈൻ ഡയമണ്ട് ശേഖരത്തിൽ നിന്നും മനം കവരും നിങ്ങളുടെ ആഭരണം കണ്ടെത്തൂ. ജേക്കോ ജുവൽസ്, തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇപ്പോൾ സ്കോളർഷിപ്പോടെ പഠിക്കാം വെറും 3 മാസം കൊണ്ട്. റോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മാരിയിൽ ക്ലിങ്ക്, തൊടുപുഴ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് ഷോറൂമിലേക്ക് സ്വാഗതം. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്. ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി. അത്യാധുനിക കണ്ണടകൾ, സൺഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന. കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ്. കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക്, അതും നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്,
പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ സ്വദേശി അജിതാസത്തിന്റെ പ്രഥമം കവിതാ സമാഹാരം പ്രശസ്ത ചലച്ചിത്ര താരം MR ഗോപകുമാർ പ്രകാശനം ചെയ്തു. അജിതാസത്തിന്റെയും ഷിജി സജിയുടെയും കവിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന തളിർമുല്ലകൾ എന്ന കവിതാ സമാഹാരവും അദ്ദേഹം പ്രകാശനം ചെയ്തു. മടക്കത്താനം അച്ചൻകവല സ്വദേശികളാണ് ഇരുവരും. തിരുവനന്തപുരം തൈക്കാട് ചിത്തരഞ്ജൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കലാദേവി ട്രസ്റ്റ് ചെയർമാൻ ഗീത രാജേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നവപ്രതിഭ ചീഫ് അഡ്മിൻ ശരണ്യമൂർത്തി അധ്യക്ഷത വഹിച്ചു. മറ്റു വിശിഷ്ട അതിഥികളും പങ്കെടുത്തു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കളർ ബെൽറ്റ് ടെസ്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ ഡിവൈഎസ്പി ഇമാനുവൽ പോളും തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ ജേക്കബും ചേർന്ന് നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് ടെസ്റ്റ് സംഘടിപ്പിച്ചത്. 1.5 മാസക്കാലമായി നടന്നുവന്ന കരാട്ടെ പരിശീലനത്തിൽ പങ്കെടുത്ത മുതിർന്നവരും കുട്ടികളുമായി 320 പേർ ടെസ്റ്റ് വിജയിച്ചു. ഇതോടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരിശീലനം നേടുകയും ടെസ്റ്റിൽ പങ്കെടുക്കുകയും ചെയ്ത സ്ഥാപനമായി കരാട്ടെ സ്പോർട്സ് അക്കാദമി മാറി. കളർ ബെൽറ്റ് ടെസ്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് ഇരുവരും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ബ്ലാക്ക് ബെൽറ്റ് ഡിഗ്രി നേടിയവരെയും നാഷണൽ ലെവലിൽ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെയും ആദരിച്ചു. ടെസ്റ്റ് വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ബേബി എബ്രഹാം ടെസ്റ്റിന് നേതൃത്വം നൽകി. ഒരു കുടുംബത്തിലെ 5 പേർ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ പങ്കെടുത്തതും വ്യത്യസ്തമായി. ഡോക്ടർ ബെന്നി അഗസ്റ്റിൻ, ഡോക്ടർ നിഷ ബെന്നി, ഡോക്ടർ അരുൺ ബെന്നി, കൊച്ചുമകളായ മറിയം അന്ന കുര്യൻ എന്നിവരാണ് ടെസ്റ്റിൽ പങ്കെടുത്തത്. കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ ഡിക്സൺ ബേബി, ഹിഷാം അനസ്, ബിനീഷ് ജോസഫ്, യദു രാജു, ജോത്സ്ന ജോൺസൺ, ദേവിക ബിജു എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം വാരപ്പെട്ടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം മുടിഞ്ഞ് വീട് തകർന്നു. പിടവൂർ മംഗലത്ത് ഷമീറിന്റെ വീടാണ് തകർന്നത്. ഷമീറും കുടുംബവും ആശുപത്രിയിൽ പോയ സമയത്താണ് മരങ്ങൾ വീണ് വീട് തകർന്നത്. അതിനാൽ വൻ ദുരന്തം വഴിമാറി. മരങ്ങൾ വീണ് വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കോതമംഗലം വാരപ്പെട്ടിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂരിന് സമീപമാണ് സംഭവം. പിടവൂർ മംഗലത്ത് ഷമീറിന്റെ വീടാണ് തകർന്നത്. ഷമീറും കുടുംബവും ആശുപത്രിയിൽ പോയ സമയത്താണ് മരങ്ങൾ വീണ് വീട് തകർന്നത്. അതിനാൽ വൻ ദുരന്തം വഴിമാറി. മരങ്ങൾ വീണ് വീട് പൂർണ്ണമായും തകർന്നു. സമീപത്തെ പറമ്പിലെ റബ്ബർ മരവും പ്ലാവുമാണ് വീടിന് മുകളിലേക്ക് കടപുഴകിയത്. ഷീറ്റും ഓടും ഉപയോഗിച്ച് മേഞ്ഞിരുന്ന വീടിന്റെ മേൽക്കൂര ആദ്യം തന്നെ പൂർണ്ണമായി തകർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സെന്റ് പോൾസ് ആയുർവേദിക് ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗിൽ വെസ്റ്റ് മെൻകോട്ട് തൊടുപുഴ ജേതാക്കളായി. വിജയികൾക്ക് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സജി ചെമ്പകശ്ശേരി ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുമാരമംഗലം NKNM സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സെന്റ് പോൾസ് ആയുർവേദിക് ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗിൽ വെസ്റ്റ് മെൻകോട്ട് തൊടുപുഴ ജേതാക്കളായി.
6-നെതിരെ 7 ഗോളുകൾക്ക് മസ്റ്റേഴ്സ് സ്ക്വാഡ് ഇടുക്കിയെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത്. ലീഗിലെ മികച്ച താരമായി വെസ്റ്റ് മെൻഗോഡിലെ ഇജാസിനെയും ഫൈനലിലെ താരമായി അർജുൻ രാജീവിനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്ക് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സജി ചെമ്പകശ്ശേരി ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. യോഗത്തിൽ സ്പോർട്സ് ആയുർവേദയിലെ ഡോക്ടർ അനുപ്രിയ, ഡോക്ടർ അരുൺ, മാസ്റ്റേഴ്സ് ഇന്ത്യൻ താരം മുഹമ്മദ് സുഹൈൽ, പ്രീമിയർ ലീഗ് ഡയറക്ടർ ഷൈൻ PR, ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു. റഫീഖ് പള്ളത്തുപറമ്പിൽ സ്വാഗതവും കൺവീനർ ബോബൻ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിവാഹ വാർത്ത. കരിമണ്ണൂർ കുഴിക്കാട്ട് സിബി കുഴിക്കാട്ട് ലൈല ജോർജ് ദമ്പതികളുടെ മകൻ ബാജിയോയും വൈക്കം ഉദയനാപുരം കല്ലറയ്ക്കൽ കടവിൽ ചാണ്ടി വി കടവൻ സുജ ചാണ്ടി ദമ്പതികളുടെ മകൾ മീരയും കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിവാഹിതരായി. തുടർന്ന് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സൽക്കാരത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി ദേശീയ ദുരന്ത നിവാരണ സേന ഇടുക്കി ജില്ലയിലെത്തി. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്പോർട്സ് ആയുർവേദ ബ്ലോക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം 29-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊടുപുഴ നഗരസഭയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. നാട്ടുകാരുടെ ഏക ഗതാഗത മാർഗമായ റോഡ് തകർന്ന് നാളുകൾ പിന്നിട്ടിട്ടും നന്നാക്കാൻ നടപടിയായില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഇരുൾ പടരാതിരിക്കുവാൻ ലഹരിക്കെതിരെ കരുതൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.